പാഠം 15. മയിൽ നമ്മുടെ ദേശീയ പക്ഷി. എത്ര കണ്ടാലും കൊതി തീരാത്ത ഒരു പക്ഷിയാണ് മയിൽ. ലോകത്തിലുള്ള ഏറ്റവും മനോഹരമായ പക്ഷികളിൽ ഒന്നാണിത്. മയിൽപീലി കാവടിയും മയിൽപീലി വിസിറിയും മയിലെണ്ണയും ഒക്കെ നമുക്ക് സുപരിചിത വസ്തുക്കളാണ്. നമ്മുടെ ദേശീയ പക്ഷിയാണ് മയിൽ. ഒഡീഷക്കാരുടെ സംസ്ഥാന പക്ഷിയും മയിൽ തന്നെ. എന്തുകൊണ്ടാണ് ഇത്ര വലിയ സ്ഥാനമാനങ്ങൾ മയിലിന് ലഭിക്കുന്നത്? അതിന്റെ തലയെടുപ്പും സൗന്ദര്യവുമാണ് അതിന് കാരണം. വാനിൽ മഴവില്ല് കാണുമ്പോൾ മയിലുകൾ പീലി വിടർത്തി ആടുന്നു എന്നത് ഒരു കവി സങ്കല്പം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇണയെ ആകർഷിക്കാൻ വേണ്ടിയാണ് മഴക്കാലത്ത് മയിലുകൾ പീലി വിടർത്തി ആടുന്നത്. ഉയർന്ന മരങ്ങളും പൊന്തക്കാടുകളും ഇടതൂർന്നു വളരുന്ന വനപ്രദേശങ്ങളിൽ ചെറു സംഘങ്ങളായിട്ടാണ് മയിലുകൾ ജീവിക്കുന്നത്. ഓരോ സംഘത്തിലും ഒരു പൂവനും 4-5 പിടകളും വീതമുണ്ടാകും. അതീവ സുന്ദരമാണ് മയിലിന്റെ ശരീരം. ആൺമയിലിനാണ് ഏറ്റവും കൂടുതൽ ഭംഗി. വർണ്ണശബളമായി മിന്നിത്തിളങ്ങുന്ന തൂവലുകൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ് മയിലിന്റെ ഉടൽ. നാം ഈ തൂവലുകളെ പീലികൾ എന്നാണ് വിളിക്കുന്നത്. പൂ ചൂടിയ ശിരസും പീലി നിറഞ്ഞ വാലും മയിലിന്റെ പ്രത്യേകതകളാണ്. നീല, പച്ച, ചാരം, സ്വർണം തുടങ്ങിയ നിറങ്ങൾ മയിലിനെ സൗന്ദര്യത്തിന്റെ നിറകുടമാക്കി മാറ്റുന്നു. മണ്ണിലോ മരപ്പൊന്തകൾക്കിടയിലോ അധികം ആഴമില്ലാത്ത കുഴിയുണ്ടാക്കി അതിൽ ചപ്പും ചവറും ചുള്ളികളും കൂട്ടിയിട്ടാണ് മയിൽ കൂട് തയ്യാറാക്കുന്നത്. കൂടുണ്ടാക്കലും അടയിരിക്കലും കുഞ്ഞുങ്ങളെ വളർത്തലും ഒക്കെ പിടയുടെ ജോലിയാണ്. മയിലുകൾ മിശ്രബുക്കുകളാണ്. വിത്തുകൾ, ഫലങ്ങൾ, പുഴുക്കൾ, ചെറുകീടങ്ങൾ, ഒച്ച്, ഓന്ത്, എലി, പാമ്പ്, പല്ലി, അരണ, തവള തുടങ്ങിയവയെല്ലാം മയിലുകളുടെ ഇഷ്ടഭോജ്യങ്ങളാണ്. മികച്ച ഓട്ടക്കാരനാണ് മയിലുകൾ. വയനാട്, ചിന്നാർ, പറമ്പിക്കുളം തുടങ്ങിയ വന്യജീവി സങ്കേതങ്ങളിൽ ധാരാളം മയിലുകൾ ജീവിക്കുന്നുണ്ട്. പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ എന്ന സ്ഥലത്തും ഒരു മയിൽ സങ്കേതം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. മയിൽപീലി വിറ്റഴിക്കാനും മയിലെണ്ണയുണ്ടാക്കി വിൽക്കാനും മനുഷ്യർ ഈ സുന്ദര ജീവികളെ വേട്ടയാടി പിടിക്കാറുണ്ട്. ഇത്തരം വേട്ടകൾ മയിലുകളുടെ വംശനാശത്തിന് വഴിയൊരുക്കുന്നു. ഇപ്പോൾ സർക്കാർ നിയമം മൂലം മയിൽ വേട്ട നിരോധിച്ചിട്ടുണ്ട്.